അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു 4 മണി പലഹാരമായ മുറുക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കറുത്ത എള്ള് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ നെയ്യ് 1 ടീസ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. ബട്ടർ യൂസ് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നെയ്യിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. നെയ്യെല്ലാ മാവിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും പച്ചവെള്ളത്തിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അതുപോലെ നമുക്കിതിൽ തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും മുറുക്കിന്. ഇപ്പം നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ളൊരു പുറപ്പാടായതുകൊണ്ട് നമ്മളിപ്പം അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതാ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നവരുമുണ്ട്, വെക്കാത്തവരുമുണ്ട്. നമ്മൾ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ സേവനാഴി എടുത്തു, ഇടിയപ്പം അച്ച് എന്നും പറയും. അപ്പോൾ അത് നമ്മൾ നല്ല എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. പോവുകയാണ്. ഇത് കൈയൊക്കെ തെന്നി പോകുന്നുണ്ട്, എണ്ണയുണ്ട് കയ്യിൽ. അപ്പോൾ നമ്മൾ എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ഷേപ്പ് അങ്ങ് ഇട്ടു. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ഷേപ്പ് അങ്ങ് ഇട്ടു. കുറേശ്ശെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഒരു സൈഡ് വെന്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കളർ ഉണ്ടാവും, നല്ല കളർ വന്നിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോഴാണ് നമ്മളിതിനെ കരിഞ്ഞു പോകാനും വിടരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിത് എടുക്കണം. അങ്ങനെ കുറേ ഉണ്ടാക്കാനുണ്ട് ഇനി. അതെല്ലാം ഫൈനലി നമുക്ക് ഇത് കാണാം. ഇനിയിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മളിത് മുറുക്ക് നമ്മളുടെ ആവശ്യത്തിന് ചൂടോടെ കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. പുറത്തുള്ള എണ്ണയെക്കാട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നല്ല എണ്ണയായിരിക്കുമല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ചെറിയൊരു അച്ചും കൂടി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ അതിലും ടേസ്റ്റാണിത്. നമുക്ക് കുട്ടികൾക്കും ഇഷ്ടപ്പെടും, ചൂടോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളൊരു ഇതിൽ ചെറിയൊരു അച്ചും കൂടി വെച്ചുണ്ടാക്കി. അതും നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്ക് കറുമുറാതെ കടിച്ച് തിന്നാൻ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ബൈ.